സിഐമാരെയും പോലീസിനെയും സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലായ തലശ്ശേരി സബ് ജയിൽ കഴിയുകയായിരുന്ന ആയങ്കിയെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡി അപേക്ഷ ഇന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു അർജുൻ ആയങ്കി കോതമംഗലം SHO പ്രശാന്തിനെ ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഭീഷണി. സമാധാനമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ആയങ്കിയുടെ പോസ്റ്റ്. കോതമംഗലം സർക്കിൾ ഏമാന് ഒരു മനസ്സ് തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അർജുന്റെ പോസ്റ്റ്. ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു തങ്ങൾക്കെതിരായ പോലീസ് നടപടിയെന്നും അർജുൻ പോസ്റ്റിൽ പറയുന്നു. പോലീസ് നടപടിയിൽ തങ്ങൾ ആരും ക്ഷമിച്ച് വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങില്ലെന്നും അർജുൻ പറയുന്നു. ഇതിനിടെയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിക്കായി അന്വേഷണം വ്യാപകമായി ആക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ നിരവധി തവണ ആയങ്കി ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടേയിരുന്നു. ആയങ്കിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിലാണ് തിങ്കളാഴ്ച പകൽ റെയ്ഡ് നടത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത മൊബൈൽ ഫോൺ കണ്ടെത്താനാണ് റെയ്ഡ് നടത്തിയതെങ്കിലും അത് കണ്ടെത്തിയിട്ടില്ല. നിലവിൽ സിം കാർഡ് ഇല്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ് ആയങ്കിയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ലാപ്ടോപ്പിലെ ഡേറ്റകൾ സൈബർ പോലീസ് പരിശോധിക്കും. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും അർജുൻ ആയങ്കിയുടെ അറസ്റ്റ്. കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം അർജുനെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. CPM സൈബർ പോരാളിയായി അറിയപ്പെടുന്ന അർജുൻ ആയങ്കിയെ പാർട്ടി നേതൃത്വം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ് കൊട്ടേഷൻ നേതാവ്. അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനായും 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കിട്ടാൻ സൈബർ പോലീസും ഹർജി നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ നീക്കം. ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടിക്രമങ്ങൾക്കും പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആയങ്കിയുടെ കേസ് ഹിസ്റ്ററി വളപട്ടണം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് വരികയാണ്. കേസിൽ കൂടുതൽ തെളിവെടുപ്പുകൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ഇനി അർജുൻ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. നിലവിൽ ഇതേ കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് അർജുൻ ആയങ്കി. അധിക്ഷേപ പോസ്റ്റുകൾ പങ്കുവെക്കുന്നതായി ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിവൈസുകളാണ് ഈ കേസിന്റെ പ്രധാന തെളിവ്. ആയെങ്കിൽ നിന്നും പിടിച്ചെടുത്ത ഫോണിലൂടെയാണോ വിവാദ പോസ്റ്റുകൾ പ്രചരിച്ചതെന്ന് പോലീസ് വിശദമായി പരിശോധിക്കും. അതേസമയം താൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പോലീസിനെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പങ്കുവെച്ച് താനല്ലെന്നും ആയങ്കി മൊഴി നൽകിയതായി സൂചനയുണ്ട്. തന്റെ സുഹൃത്താണെന്നാണ് അർജുൻ ആയങ്കി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ആയങ്കിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒളിവിലുള്ള സുഹൃത്തിനെ കണ്ടെത്താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സംവിധാനത്തെയും വെല്ലുവിളിച്ച സംഭവത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി നിയമപരമായി പുനർപരിശോധിക്കണമെന്ന പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് നൽകിയ പരാതിയിലാണ് ഈ നടപടി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരെയും പോലീസിനെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയുടെ പ്രവർത്തനത്തിനെയും കർശനമായ നിയമ നടപടികൾ ഉറപ്പാക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു കുറ്റകൃത്യത്തിന് പല പോലീസ് സ്റ്റേഷനുകളിലും വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചൂണ്ടിക്കാട്ടുന്നു. നിയമപ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ഒരു കേസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഒരു കുറ്റത്തിന് തന്നെ ഒന്നിലധികം സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് ഭാവിയിൽ വിചാരണ വേളയിൽ പ്രതിക്ക് അനുകൂലമായ നിയമ സാഹചര്യം സൃഷ്ടിക്കാൻ ഇടയാകുമെന്നാണ് പരാതിയിലെ പ്രധാന മുന്നറിയിപ്പ്. അതിനാൽ അർജുൻ ആയങ്കിക്കെതിരെ ശക്തവും നിയമപരവുമായ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉറപ്പാക്കാൻ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പുനർപരിശോധിക്കണമെന്നാണ് DGP കൈമാറിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം നിലവിൽ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനായി പോലീസ് കോടതിയിൽ പ്രൊട്ടക്ഷൻ വാറണ്ട് സമർപ്പിച്ചു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.